അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന വയനാട് ജില്ലയിലെ 5 പോസ്കോ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ മനോജ് പാസ്റ്ററുടെ സഹധർമ്മിണിക്ക് പറയാനുള്ളത് അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ വീഡിയോ നമുക്ക് കേൾക്കാം. ഒരുപാട് കരളലിയിപ്പിക്കുന്ന വേദനാജനകമായ അനുഭവങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ കടന്നുപോയി. ഈ സാക്ഷ്യം പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ബിന്ദു മനോജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് ഈ അരോമ ചാനലിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ബിന്ദു മനോജ്. എൻ്റെ സ്വദേശം വയനാട്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് പാസ്റ്റർ മനോജ്. ഞങ്ങൾ RC ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എൻ്റെ കുട്ടിക്കാലം ഞാൻ കുറച്ച് സമയം എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി പറയാം. ഞാൻ ജനിച്ചു വളർന്നത് വയനാടിൻ്റെ സ്വദേശത്ത് തന്നെയാണ്. വയനാടിൻ്റെ സ്വദേശത്ത് എൻ്റെ മാതാപിതാക്കളുടെ വീട് തൃശ്ശൂർ, അപ്പൻ്റെ വീട് പൊലഴി എന്ന സ്ഥലത്തും അമ്മയുടെ വീട് വടൂക്കര എന്ന സ്ഥലത്തുമായിരുന്നു. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ തൃശ്ശൂരിൻ്റെ പ്രദേശത്ത് നിന്ന് വയനാടിൻ്റെ സ്വദേശത്തേക്ക് കുടിയേറി പാർത്തതാണ്. അങ്ങനെ എൻ്റെ അപ്പൻ ഹൈന്ദവ മതത്തിലും അമ്മ ക്രിസ്ത്യൻ മതത്തിലും ഉള്ള വിശ്വാസ ജീവിതത്തിലായിരുന്നു. അമ്മ ഏറെ തികഞ്ഞ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അപ്പൻ ഹൈന്ദവ മതത്തിലെ ആചാരപ്രകാരം ജീവിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്കും അപ്പനും 4 കുഞ്ഞുങ്ങളുണ്ടായി. അതിൽ എൻ്റെ മൂത്ത സഹോദരങ്ങൾ ആൺമക്കളാണ് 2 പേര്. പിന്നെ ഞങ്ങൾ 2 പെൺമക്കളാണുള്ളത്. അങ്ങനെ ഞങ്ങൾ 4 പേര്. അതിൽ 2 ആൺമക്കള് അപ്പൻ്റെ ഹൈന്ദവ മതത്തിൽ വിശ്വാസ ജീവിതത്തിലായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 2 പെൺമക്കള് ക്രിസ്ത്യൻ മതത്തിൽ RC ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച് ഞാൻ എൻ്റെ കൊച്ചില് എൻ്റെ ഒരു 7 വയസ്സ് മുതൽ ഞാൻ വൈത്തിരി ഒരു കോൺവെന്റിലാണ് പഠിച്ചു വന്നത്. അവിടെ അനാഥ മഠത്തിലായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെയും അതെ, എൻ്റെ അനീതിയുടെയും അതെ. ഞങ്ങളങ്ങനെ 2 പെൺമക്കള് അമ്മയുടെ പാത പിൻപറ്റി ക്രിസ്ത്യൻ മതത്തിലും അതുപോലെ ആൺമക്കൾ 2ഉം ഹൈന്ദവ മതത്തിലും ജീവിച്ചു പോന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് പ്രായം മുതൽ ഞങ്ങൾ 2 സഹോദരിമാര് 7 വയസ്സ് മുതൽ ഞങ്ങളെ ആ അനാഥ മന്ദിരത്തിൽ കൊണ്ട് എൻ്റെ അമ്മ വിട്ടതാണ്. ഇടയ്ക്ക് ഈസ്റ്റർ, ക്രിസ്തുമസ്, അങ്ങനെ ഓണം, അവധി, അങ്ങനെ വെക്കേഷൻ ടൈമുകളിൽ മാത്രമേ ഞങ്ങൾ വീടുകളിൽ വരാറുള്ളൂ. അത് ഈ 10 ദിവസം ഒക്കെ ലീവ് കിട്ടത്തുള്ളൂ. അങ്ങനെ ആ വെക്കേഷൻ ടൈമുകളിൽ ഞങ്ങൾ ഭവനത്തിൽ വരികയും ഭവനത്തിൽ ഒരു 10 ദിവസം ഞങ്ങൾ മാതാവിനോടൊന്നിച്ച് താമസിക്കുകയും ചെയ്തു. പക്ഷെ അതിന് അപ്പുറമായിട്ട് എൻ്റെ കുഞ്ഞ് പ്രായത്തിൽ എൻ്റെ അനിയത്തിക്ക് 28 ദിവസം ഉള്ളപ്പോൾ എൻ്റെ അപ്പൻ ഞങ്ങളെ 4 മക്കളെയും അമ്മേനെയും ഉപേക്ഷിച്ച് പോയതാണ്. അങ്ങനെ അപ്പനില്ലാതെ അമ്മ മാത്രമായി ഞങ്ങളെ 4 കുഞ്ഞുങ്ങളെ അമ്മ വളർത്തി ഞങ്ങളെ 2 പേരെ മടത്തി കൊണ്ടാക്കി. അങ്ങനെ ആൺമക്കൾ 2ഉം അവരുടേതായ ജീവിതം തിരഞ്ഞെടുത്തു. ഞങ്ങൾ മഠത്തിൽ നിന്ന് വിവാഹപ്രായമായി. അതുവരെ ഞങ്ങൾ മഠത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ വിവാഹപ്രായമായപ്പോഴാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും കുർബാനയോ കുമ്പസാരമോ ഒന്നും മുടക്കാതെ
എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി ഡെയിലി കൊന്തയൊക്കെ ചൊല്ലി ഒരു RC ഭക്തിയായിട്ട് ഞങ്ങൾ രണ്ടും ജീവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു 1999 ഫെബ്രുവരി 8-നാണ് ഞങ്ങളുടെ വിവാഹമായിരുന്നത്. ആ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്നാലും എൻ്റെ വിവാഹം കഴിഞ്ഞാലും അനിയത്തി മഠത്തിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ ഭവനത്തിൽ എന്നെ കല്യാണം കഴിച്ചത് വയനാട് സ്വദേശത്ത് തന്നെ ഉള്ള ഒരു, അന്ന് ദൈവദാസനല്ലായിരുന്നു, ഇന്ന് ദൈവദാസനാണ്. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു 3-4 വയസ്സായി. മൂത്ത മോൻ ഉണ്ടായി. ഒരു 3 വയസ്സ് ആയപ്പോഴത്തേക്കും അങ്ങനെ രണ്ടാമത്തെ മകനും ഉണ്ടായി. അങ്ങനെ രണ്ട് മക്കൾ ജനിച്ചു. അങ്ങനെ 2 മക്കൾ ജനിച്ചു. അത് കഴിഞ്ഞ് ഒരു 8 കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു മകനും കൂടെ ഉണ്ടായി. അങ്ങനെ 3 ആൺമക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു. അപ്പോഴും ഈ കുഞ്ഞുങ്ങൾ 1-ാം ക്ലാസ് മുതൽ RC ബാക്ക്ഗ്രൗണ്ടിൽ സൺഡേ സ്കൂൾ പഠിച്ച് ഒരു തികഞ്ഞ ഒരു വിശ്വാസത്തിൽ നിന്ന്, RC വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് അതിൽ തന്നെ ഒരു ഉറച്ച വിശ്വാസം, ഇതാണ് സത്യം, ഇതാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് എന്നുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആ RC ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു രോഗം. ഞങ്ങൾ ഈ വയനാട് ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലിലും അലോപ്പതി, ആയുർവേദം, ഈ മരുന്നുകളിലെല്ലാം ഞങ്ങൾ ഡെയിലി അലോപ്പതി മരുന്നിന് ഓരോ ആശുപത്രികൾ കയറി ഇറങ്ങുമായിരുന്നു. അങ്ങനെ കയറി ഇറങ്ങിയ ശേഷം ഒരു ദിവസം പോലും ഇല്ലാതെ ഈ 3 മരുന്ന് മേടിച്ചുകൊണ്ട് വരും. മേടിച്ച് വീട്ടിൽ എത്തുന്നതിന് മുന്നേ ഈ രോഗം അങ്ങ് മൂർജിക്കും. അങ്ങനെ മൂർജിച്ച് കഴിഞ്ഞ് അന്ന് എന്നെയും കാണത്തില്ല, മക്കളെയും കാണത്തില്ല. ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഞങ്ങളെ ആരെയും കാണത്തില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പോഴാണ് പ്രശ്നങ്ങൾ മൊത്തം. അപ്പൊ എന്നോട് പറയും, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒക്കത്തില്ല, വേറെ വീട്ടിൽ പോകണം, നമുക്ക് വേറെ വീട്ടിൽ താമസിക്കാം. അങ്ങനെ ഒത്തിരി മരുന്ന് മേടിച്ചു. ആ മരുന്ന് മേടിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാ റിസൾട്ടും കിട്ടിക്കഴിയുമ്പോൾ ഡോക്ടർ പറയും, മനോജിന് ഒരു അസുഖവും ഇല്ല. ഈ അസുഖം ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ അസുഖം ഇല്ലാണ്ട്, അപ്പം നമ്മൾ ഈ രോഗം മൂർച്ഛിച്ചിട്ടാണ് മരുന്നിന് പോകുന്നത്. ശരീരമെല്ലാം അങ്ങ് നീര് വെച്ച്, മുഖം തൊട്ട് ചുണ്ടെല്ലാം അങ്ങ് തടിച്ച് അങ്ങനെ വികൃതമായ ഒരു രൂപമാകും. അങ്ങനെ ആ വികൃതമായ രൂപമാകുമ്പോൾ മരുന്നിന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും അത് പിന്നെ ചെറുങ്ങനെ അങ്ങ് താഴും. പിന്നെയും വീട്ടിലെത്തുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഈ അസുഖം അങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ മരുന്നിന് പോയി. ആദ്യം അലോപ്പതിക്ക് പോയി, അത് കഴിഞ്ഞ് ആയുർവേദം കഴിക്കാനായിട്ട് തുടങ്ങി. ആയുർവേദം കഴിക്കുമ്പോൾ ആയുർവേദം ഒരു ഡോക്ടറുണ്ട്, മാനന്തവാടി സുരേഷ് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ. ആ ഡോക്ടർ മരുന്ന് കൊടുത്താൽ ആയുർവേദം എന്തായാലും നല്ലൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ മരുന്ന് കഴിച്ചാൽ എന്തായാലും ആയുർവേദം അല്ലേ, നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ആയുർവേദം കഴിക്കാൻ തുടങ്ങി. ആയുർവേദം കഴിച്ചു തുടങ്ങിയപ്പോഴും ഈ അസുഖത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. ആ മരുന്നങ്ങ് കഴിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് അസുഖം ഉണ്ടാകത്തില്ല. പിന്നെയും ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ഈ അസുഖം ആവർത്തിച്ച് മേത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി. അന്നൊക്കെ ഈ പാറയുടെ കല്ല് തല്ലി പൊട്ടിക്കുന്ന ഒരു ജോലിയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അന്നൊന്നും ഞങ്ങൾ ഈ വിശ്വാസം എന്താണെന്നോ ഈ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങൾക്ക് ഒരു അറിവില്ലാത്ത സമയമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും RC ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വിവാഹവും ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ഈ ഒരു അസുഖം ഞങ്ങളെ പിടിപെടുന്നതും. ഈ അസുഖം പിടിപെട്ട ശേഷം അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ, കോഴിക്കോട് ഒരു ഹോസ്പിറ്റലുണ്ട്, ഹോസ്പിറ്റലിലെല്ലാം വലിയ ഹോസ്പിറ്റലിലെല്ലാം പോയി ടെസ്റ്റ് ചെയ്ത്, ശരീരം മൊത്തം ടെസ്റ്റ് ചെയ്ത്, അങ്ങനെ ആ ശരീരം മൊത്തം ടെസ്റ്റ് ചെയ്ത് മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ എല്ലാ മെയിനായിട്ടുള്ള എല്ലാ സർജന്മാരെ പോലും കാണിക്കുമ്പോഴും അവർ പറയും ഈ ശരീരത്തിൽ ഒരു അസുഖവും കാണാനില്ല. പക്ഷെ ഒരു 7-8 ദിവസം കഴിയുമ്പോൾ ഒരു അലർജി പോലെ അങ്ങ് വന്ന്
മേത്ത് മൊത്തം അങ്ങ് തടിച്ച് ശരീരമാകെ വികൃതമായി, ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്ന് ശരിയായ രീതിയിൽ കുളിക്കാനോ ഒന്നിനും ഒരു താല്പര്യമില്ലാതെ, ഇനി ഞാൻ ജീവിക്കയില്ല, മരിക്കുമെന്നുള്ള സാഹചര്യത്തിൽ വരെ എത്തി. അങ്ങനെ കണ്ടാലൊരു വികൃതമായ ഒരു രൂപമായിരുന്നു. അങ്ങനെ അന്ന് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മാതാപിതാക്കളോ സഹോദരങ്ങളോ എൻ്റെ കുടുംബക്കാരോ ആരും, എല്ലാവരും ഞങ്ങളെ പോലെ ഒരു ഞങ്ങളുടെ കുടുംബങ്ങൾ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം. അപ്പം ഒരാൾക്ക് ഒരാളെ സഹായിക്കാനുള്ള കഴിവ് ഇല്ലായിരുന്നു. അങ്ങനെ ഒത്തിരി മരുന്നുകൾ മേടിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പാസ്റ്റർ മനോജിന്റെ ചേട്ടൻ ആലംകുളത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആ കർത്താവിന്റെ ദാസൻ ഈ വെക്കേഷൻ ടൈമിൽ, കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ ടൈമുകളിൽ ഇവിടെ വരികയും, പാസ്റ്റർ പേര് സന്തോഷ് AV എന്നാണ്. പാസ്റ്റർ ഇപ്പോഴും ഇവിടെ ഈ ആഴ്ച വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ വൈഫിനെയൊക്കെ കൂട്ടിയിട്ട് ഭവനത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ പാസ്റ്റർ വന്ന്, അന്നൊന്നും പാസ്റ്റർ ആരാന്നോ, ഈ പാസ്റ്ററെ ഇങ്ങനെ അച്ഛന്മാരുടെ ഒരു പദവിയിലിരിക്കുന്ന ആളാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ അന്ന് ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊരു ബെന്തക്കോസ്ത്, ഇങ്ങനെ ഈ സഭയൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ട്, ഇങ്ങനെ ഇത് പാസ്റ്ററാണ്, ചേട്ടൻ പാസ്റ്ററാണ്. ഞാന് അങ്ങനെ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നെങ്കിലും ഞാൻ അങ്ങനെ ആരുമായിട്ട് ഒരു എന്താ പറയുക, ഇവരുടെ കുടുംബക്കാര് പലരും ബെന്തക്കോസ്തിലുണ്ട്, അങ്ങനെ ആർസില്ല. അപ്പൊ ബെന്തക്കോസ്തുകാര് നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പ്രാർത്ഥിച്ച് നമ്മളെ എന്താക്കും, അതിലേക്ക് കൂട്ടും. അപ്പൊ അങ്ങനെ ഒരു വിചാരത്തിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ ആ സമയത്ത് ഒത്തിരി കർത്താവിന്റെ ദാസം വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയതാന്ന് ചോദിച്ചപ്പം ഞങ്ങളിങ്ങനെ ടൗൺ വരെ ഒന്ന് പോയതാ, വെറുതെ പോയതാന്ന് പറഞ്ഞു. അങ്ങനെ ടൗൺ വരെ പോയതാന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇങ്ങോട്ട് കയറി വാ, ചായ കുടിച്ചിട്ട് പോകാം, കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ പോകാം, കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു പോകാന്നൊക്കെ പറഞ്ഞു. കർത്താവിന്റെ ദാസന്റെ ഭവനത്തിലേക്ക് വിളിച്ചു. അപ്പോൾ കർത്താവിന്റെ ദാസന്റെ വീട്ടിലും മാതാവ്, കർത്താവിന്റെ ദാസൻ, അങ്ങനെ അനിയൻ, അങ്ങനെ അവരെല്ലാം ഈ ബെന്തക്കോസ്ത് ഉള്ളവരായിരുന്നു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ അവർ ജീവിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാനാണോ എന്തിനാണോ വിളിച്ചതെന്നറിയത്തില്ല. അപ്പോൾ കയറി വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കയറി ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ഇതിനാണ് വിളിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പം പറഞ്ഞു എവിടെ പോയി, അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണ്, ഇങ്ങനെ ഒത്തിരി നാളായി, ഒരു രോഗം കാരണം ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല എന്ന് ഈ കർത്താവിന്റെ ദാസൻ ചേട്ടനോട് പറയുവാനിടയായി. ഈ കർത്താവിന്റെ ദാസൻ സ്വന്തം ചേട്ടനല്ല, ചാച്ചന്റെ പെങ്ങളുടെ മകനാണ്. അങ്ങനെ ചേട്ടനും അനിയനും വർത്താനമൊക്കെ പറഞ്ഞ് അപ്പൊ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കല്ലല്ലോ അസുഖം, നിങ്ങൾക്കല്ലേ അസുഖം, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാൻ ബെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു. അങ്ങനെ അന്നാണ് ഞാൻ ഈ സത്യത്തിൽ ഈ ബെന്തക്കോസ്തുകാരെ കുറിച്ച് കേൾക്കുന്നത്. ബെന്തക്കോസ്തുകാർ ഇങ്ങനെ ഒരു സഭയുണ്ടെന്നോ ഇവിടെ ഇത്ര അടുത്ത് ചർച്ച ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. നമ്മള് ഈ പോയിട്ടുള്ളത് ആകെ RC പള്ളിയിലാണ്, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ. അങ്ങനെ ഞങ്ങള് അവിടെ ജനിച്ചു വളർന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് പോകാനുള്ള താല്പര്യവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ആ വിശ്വാസത്തിലേക്ക് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷെ കർത്താവിന്റെ കൃപയാല് ഞങ്ങൾ അന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കല്ല അസുഖം, നിങ്ങൾക്ക് അസുഖം എന്ന് പറഞ്ഞല്ലോ, അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് ആ വെള്ളം കുടിക്കുവാനായിട്ട് കൊടുത്തു. അങ്ങനെ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കർത്താവിന്റെ ദാസന്റെ മാതാവ് കുറച്ച് എണ്ണ എടുത്തുകൊണ്ട് വന്ന് ആ കർത്താവിന്റെ ദാസന്റെ കൈ കൊടുത്തേച്ച് പറഞ്ഞു, ഇത് പ്രാർത്ഥിച്ച് തേക്കാൻ പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ ദാസൻ ഈ എണ്ണ പ്രാർത്ഥിച്ച്
തല തൊട്ട് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ തേച്ച് പിടിപ്പിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിന്നോട് കർത്താവ് ഇന്ന് ഇടപെടും, നിന്നോട് കർത്താവ് ഇന്ന് നിന്നോടുള്ള സംസാരിക്കും, നിന്നോടുള്ള വചനമാണ് ഇന്ന് കർത്താവിന് നിന്നോട് പറയുവാനുള്ളത് ഇത്രയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ നിനക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മള് ഈസ്റ്റർ, ക്രിസ്തുമസ് അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, ഡെയിലി കൊന്ത ചൊല്ലുമെങ്കിലും ഇങ്ങനെ ബൈബിളൊന്നും ഡെയിലി വായിക്കത്തില്ല. പക്ഷെ അന്ന് കർത്താവിന്റെ ദാസൻ ആ വചനം വായിക്കാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് വായിക്കാൻ പറ്റിയില്ല. വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, വായിക്കാൻ പെട്ടെന്ന് ഈ നമ്മുടെ വിശ്വാസികൾ വായിക്കുന്നത് പോലെ വായിക്കാനായിട്ട് എന്താ അറിയത്തില്ല. അങ്ങനെ അന്ന് ഒരു വാഗ്ദത്തം പറഞ്ഞു, യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കതക് നിനക്ക് മുൻപായി തുറക്കേണ്ടതിനും വാതിലടയാതിരിക്കേണ്ടതിനും ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ചു കളയുന്ന ദൈവത്തിന്റെ ഒരു അദൃശ്യ ശക്തി നിന്റെ മേൽ പകരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഉള്ളിൽ ഞങ്ങൾക്ക് സൗഖ്യം വേണം. പക്ഷെ ഞങ്ങൾക്ക് ബെന്തക്കോസ്റ്റിലേക്ക് ചേരുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരനുഭവം, ഒരു പുതിയതായ ഒരു അനുഭവം, ഇത്ര നാളും ഇല്ലാത്ത ഒരു അനുഭവം. അന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അപ്പൊ ആ മേലാസകലം അങ്ങനെ ഒരു രോഗം, ഈ ശരീരമെല്ലാം തടിച്ച് ഒരു തൂങ്ങിയ വികൃതമായ ഒരു രൂപമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവിന്റെ ദാസൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സൗഖ്യം അനുഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് അന്ന് സൗഖ്യമായ അസുഖം ഇന്ന് ഈ സമയം വരെ കർത്താവിന്റെ ദാസന്റെ ശരീരത്തിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല, ഇനിയിട്ട് വരുകയില്ല. കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരും സൗഖ്യമായെന്ന് നമ്മൾ ബൈബിള് വായിക്കുന്നത് പോലെ അന്ന് കിട്ടിയ സൗഖ്യം ഇന്ന് വരെയും സൗഖ്യത്തോടെ കർത്താവിന്റെ ദാസൻ പോകുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കർത്താവിന്റെ ദാസൻ സന്തോഷത്തിലായിരിക്കുന്നു. ആ സൗഖ്യം അന്ന് അനുഭവിച്ചു. അങ്ങനെ അന്ന് ഞങ്ങളോട് പറഞ്ഞു അടുത്തുള്ള പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോകണം. അപ്പം എൻ്റെ കാതിലും കഴുത്തിലൊക്കെ സ്വർണം ഇട്ടത് കൊണ്ട്, ഈ പെന്തക്കോസ്റ്റുകാർ സ്വർണം ഇടാത്തത് കൊണ്ട് ഞാൻ ഈ പെന്തക്കോസ്റ്റ് സമുദായത്തിലേക്ക് പോകാൻ വളരെ മടി കാണിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് അന്നാണ് പാസ്റ്റർമാരെയൊക്കെ അറിയുന്നത്. പെന്തക്കോസ്ത് ആ അനുഭവം കർത്താവിന്റെ ദാസൻ സൗഖ്യം കിട്ടിയെങ്കിലും ആ ഞായറാഴ്ച തൊട്ട് മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജ് പള്ളിയിൽ പോകും. അങ്ങനെ ഹസ്ബൻഡ് പള്ളിയിൽ പോകും. ഞാൻ എൻ്റെ മക്കളോട്, ഞാനും എൻ്റെ 3 മക്കളും ഹസ്ബൻഡിന്റെ ചാച്ചനും അമ്മയും അവരോട് ഞാൻ ഇങ്ങനെ വന്നു പറഞ്ഞു, ഇങ്ങനെ ആർസി പള്ളിയിൽ നിന്ന് ബെന്തക്കോസ്ത് പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബെന്തക്കോസ്ത് പള്ളിയിലേക്ക് പോകണമെങ്കിൽ ആർസി പള്ളി പോവരുതെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അടുത്തുള്ള പള്ളിയിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഇവിടെ വന്നപ്പം ചാച്ചനും അമ്മയും പറഞ്ഞു, അവൻ പോണെങ്കിൽ പൊക്കോട്ടെ, അവന് ഭ്രാന്ത, നിങ്ങള് കുഞ്ഞുങ്ങളും ബിന്ദുവും അങ്ങോട്ട് പോകുകയേ ചെയ്യരുത്, അവര് ഒരാളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാന്ന് പറഞ്ഞു. ഒരാളെ കിട്ടാൻ വേണ്ടി, അവരുടെ ആ സഭയിൽ ആളൊന്നുമില്ല, അവർ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാതെ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ചാച്ചനും അമ്മയും ഇന്നും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. അവര് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു 3 വർഷത്തിന് ശേഷമാണ് കർത്താവിനെ അറിയുന്നത്. അങ്ങനെ 3 വർഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജ് ഒറ്റയ്ക്ക് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നുപോയി. അവിടെ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി, ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥനയും എല്ലാം. ഓരോ പാസ്റ്റർമാരെ കാണുവാണെങ്കിലും പറയും, എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അവരിതുവരെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ, ഞങ്ങൾ ഫുൾ ഗോസ്പൽ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനത്തിലായിരിക്കുന്നു, ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അപ്പം ആ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഇപ്പൊ ഞങ്ങളുടെ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന
പാസ്റ്റർ KJ ചാക്കോ എന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസൻ ഈ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആ തൊട്ടടുത്തുള്ള പെന്തക്കോസ്റ്റ് ചർച്ചിലേക്ക് ചാർജ് എടുത്തു. അങ്ങനെ കർത്താവിന്റെ ദാസൻ ഈ പാസ്റ്റർ മനോജ് അവിടെ പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ പോകാത്തത് കൊണ്ട് ആ കർത്താവിന്റെ ദാസൻ ഡെയിലി ഭവനത്തിൽ വരികയും വചനങ്ങളെല്ലാം പറയുകയും എന്നോട് ഒത്തിരി സുവിശേഷം പറയുകയും എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച് എന്നോട് ഒത്തിരി കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളും കർത്താവിന്റെ വരവിനെ കുറിച്ചും ഇങ്ങനെ പെന്തക്കോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ആ അനുഭവങ്ങളെ കുറിച്ചും ആ കർത്താവിന്റെ ദാസന്റെ അനുഭവങ്ങൾ എന്നോട് പറയുവാനും എന്നെ ഒത്തിരി എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ദീർഘനാളുകളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഒരു ദിവസം കർത്താവിന്റെ ദാസന്റെ കൂടെ ആലയത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ കടന്നുപോയി ഒരു 3-4 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി ഉറച്ച തീരുമാനത്തിൽ ഇനി ഈ ഒരു അപ്പൻ വേറെ സഭ, അമ്മ വേറെ സഭ, കുഞ്ഞുങ്ങൾ വേറെ സഭ അങ്ങനെ ആകരുത്. നമ്മൾ ഒന്നിച്ച് കുടുംബമായി ദൈവത്തെ ഈ പെന്തക്കോസ്ത് ചർച്ചിൽ വന്നിട്ട് ആരാധിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ ഉറച്ച തീരുമാനം എടുത്ത് അന്നു മുതൽ ഉറച്ച തീരുമാനം എടുത്ത് ആ കർത്താവിന്റെ ദാസൻ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പിറ്റേതാഴ്ച ഞങ്ങൾ ചർച്ചിൽ കടന്നു പോവുകയും ചർച്ചിൽ ചെന്നപ്പോൾ നല്ലൊരു അനുഭവം, ഈ RC സഭകളിലൊന്നും കിട്ടാത്ത ഒരു അനുഭവം. അവിടെ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, ഒരു സമാധാനം, ഒരു പ്രത്യേക ഒരു സമാധാനം അവിടെ അനുഭവിക്കാനിടയായി. അങ്ങനെ ദീർഘനാളുകൾ ഞാനിങ്ങനെ ചർച്ചിൽ പോവുകയും കർത്താവിന്റെ ദാസനോട് ഒത്തിരി സംശയങ്ങൾ, കർത്താവ് ഈ വചനങ്ങളെ കുറിച്ച് അന്ന് ബൈബിള് വായിക്കത്തൊന്നും ഇല്ലല്ലോ, അത് കാരണം ഒത്തിരി സംശയങ്ങളെല്ലാം ചോദിച്ചു. കർത്താവിന്റെ ദാസൻ എല്ലാ ചോദ്യങ്ങൾക്കും തിരിച്ചു മറുപടി നൽകുന്ന ഒരു ദാസനായിരുന്നു. നല്ല ഒരു ശക്തനായ ഒരു ദൈവദാസനാണ്. ഇപ്പോഴും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ തൃശ്ശൂരിന്റെ പ്രദേശത്ത് മരുവട്ടിച്ചാൽ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. ആ ദാസനിലൂടെ കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ കൃപകളെ കുറിച്ച് കർത്താവ് ചെയ്ത് നമ്മൾക്ക് ഓരോ ദിവസവും ചെയ്തു തരുന്ന നന്മകളെ കുറിച്ചും എല്ലാം ആ കർത്താവിന്റെ ദാസനിലൂടെ കേട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി. അങ്ങനെ 3 കുഞ്ഞുങ്ങളെയും കൂട്ടി ഞാൻ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇങ്ങനെ പോയാ പോരാ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ ജലസ്നാനം എടുക്കണമെന്ന്. ജലസ്നാനം എടുക്കാനായിട്ട് ഹസ്ബൻഡ് 3 പ്രാവശ്യം ഒരുങ്ങിയതാ സ്നാനപ്പെടാനായിട്ട്, ഒറ്റയ്ക്ക് സ്നാനപ്പെടാനായിട്ട് ഒരുങ്ങിയത്. 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം ആക്സിഡന്റ് ആയിട്ട്, അങ്ങനെ ആക്സിഡന്റ് ആയിട്ട് വരുവാനിരുന്ന സമയത്ത് വരുന്ന വഴിക്ക് ഡ്രസ്സെല്ലാം പിറ്റേ ദിവസം സ്നാനത്തിനുള്ള ഡ്രസ്സെല്ലാം വാങ്ങി വരുന്ന സമയത്ത് ഒരു വരുന്ന വണ്ടി മറിഞ്ഞു. അങ്ങനെ ഒരു കലുങ്കിനടിയിൽ പെട്ടു. അങ്ങനെ മേടിച്ച ഡ്രസ്സും സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ കൈകാലുകൾക്കെല്ലാം പരിക്ക് പറ്റി. അങ്ങനെ ആ സ്നാനം അന്ന് മാറ്റി വെക്കേണ്ടി വന്നു. അങ്ങനെ അന്ന് സ്നാനപ്പെട്ടില്ല. പിന്നെ രണ്ടാമതും സ്നാനത്തിനായിട്ട് ഒരുങ്ങി. അപ്പോൾ അന്നും ഞാൻ വിശ്വാസത്തിൽ വന്നെങ്കിലും ഞാൻ സ്നാനപ്പെടാനെന്നും തുനിയുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. സ്നാനമൊന്നും വേണ്ട, ഈ പെന്തക്കോസ്ത് ഒന്ന് പഠിക്കട്ടെ, ഈ സഭയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ സ്നാനപ്പെടേണ്ട സംഗതി വന്നപ്പോൾ ഞാൻ മാറി നിൽക്കുമായിരുന്നു. അത് മാറി നിന്നത് മറ്റൊന്നുമല്ല, എൻ്റെ കാതിലും കഴുത്തിലെല്ലാം സ്വർണത്തിന്റെ മാലയും കമ്മലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഊരണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ചർച്ചിലുള്ള ആർക്കും മാലയും കമ്മലൊന്നുമില്ല. ഞാൻ പോകുന്ന എനിക്ക് മാത്രമേ മാലയും കമ്മലും ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ മാലയും കമ്മലും ഊരിയ എന്തായാലും ഇവരുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടുവരും. അത് കാരണം അങ്ങനെ മടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ പിന്നെയും 3ാമത്തെ വട്ടവും സ്നാനത്തിനായിട്ട് ഒരുങ്ങി. അപ്പൊ ഞാനും ഉറച്ച തീരുമാനമെടുത്തു, ഇനി സ്നാനപ്പെടുന്നെങ്കിൽ ഞങ്ങൾ രണ്ടും ഒന്നിച്ച് സ്നാനപ്പെടുവാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും സ്നാനപ്പെടുവാനായിട്ട് സ്നാനക്കടവിൽ ഞങ്ങൾ 5 പേരാണ് സ്നാനത്തിനായിട്ട് ഒരുങ്ങിയത്. അങ്ങനെ 2 വ്യക്തികൾ സ്നാനം കഴിഞ്ഞു. മൂന്നാമത്തെ ആള് സ്നാനത്തിനായിട്ട് സ്നാനക്കടവിലേക്ക് ഇറങ്ങുന്നത് വരെ എൻ്റെ കാതിലും കഴുത്തിലും സ്വർണത്തിന്റെ മാലയും കമ്മലെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, സ്വർണം ഇട്ടിട്ട് ഞാൻ മുക്കത്തില്ല.
അന്ന് ദൈവകൃപയാല് അന്ന് ഞാന് എന്റെ കാതേന്ന് സ്വർണത്തിന്റെ മാല, കാതേന്ന് കമ്മലും കഴുത്തേന്ന് മാല ഊരിയതാ. ഇന്ന് വരെ ആ ഉപേക്ഷിച്ചത് ഞാൻ ഉപേക്ഷിച്ചതാ. പിന്നെ ഞാൻ ഇടാൻ ഇട വന്നിട്ടില്ല. അന്ന് അന്ന് ഞങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുത്തു, ഒന്നിച്ച് സ്നാനപ്പെട്ടു. ഇന്നിപ്പം ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ ചർച്ച് മിനിസ്ട്രി ചെയ്യുന്നു. ഞങ്ങൾ വയനാടിന്റെ പ്രദേശത്ത് കരിമ്പെന്ന ദേശത്ത് കർത്താവിന്റെ വേലയിൽ ചർച്ച് മിനിസ്ട്രിയോട് ബന്ധത്തിലായിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ദേശത്ത് ഞങ്ങൾ ഒരു ചെറിയൊരു കൊച്ചു വീട്ടില് ഒരു ചെറിയൊരു സഭ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. അവിടെ 10-12 പേര് കൂട്ടായ്മയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഞങ്ങൾ ഈ സഭ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാർജ് എല്ലാം എടുത്തു. അങ്ങനെ 2 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം, അങ്ങനെ ആ ജീവിതം നയിച്ചുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവിന്റെ ദാസനെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരു കഴിവോ സ്വന്തമായിട്ട് ഒരു ഭവനമോ ഒന്നുമില്ലാത്ത ഈ മാതാപിതാക്കളുടെ കൂടെ ഒന്നിച്ചാണ് ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞപ്പോൾ അവര് അപ്പനും അമ്മയും RC ബാക്ക്ഗ്രൗണ്ടിലും, അനിയൻ ഒരാളുണ്ട്, അവനും RC ബാക്ക്ഗ്രൗണ്ടിലായിരിക്കുന്നു. അപ്പൊ ഇവര് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോ അവരവിടെ കൊന്ത ചെല്ലുമ്പോൾ നമുക്കിവിടെ പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അത് കാരണം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവിന്റെ ദാസന്റെ പിതാവിന്റെ സ്ഥലത്ത് ഞങ്ങളൊരു ചെറിയ അബ്രഹാം കൂടാരം അടിച്ചതുപോലെ ഞങ്ങളൊരു ചെറിയ പ്ലാസ്റ്റിക് മറച്ച് ചെറിയൊരു ഷെഡ് വെച്ചു. അങ്ങനെ ഷെഡ് വെച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കർത്താവിന്റെ വേലയിലാണെങ്കിലും ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ ഒരു വേല ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലുള്ള പാസ്റ്റേഴ്സിന് ആർക്കും സപ്പോർട്ടില്ല. അപ്പം ഈ ഓർഡിനേഷൻ തന്ന് നമ്മളെ സഭയിലേക്ക് വിടുമ്പോൾ അവര് പറയും സ്വന്തമായിട്ട് ജീവിക്കാൻ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് കർത്താവിന്റെ വേല ചെയ്തോ എന്ന് ഞങ്ങളോട് അന്നും ഇന്നും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഞങ്ങളെ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട് വേല ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ 2011 ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളോട് വാഗ്ദത്തം പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ആ ഓട്ടോറിക്ഷ ലഭിച്ചപ്പോൾ ഓട്ടോറിക്ഷ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടുംബവും കഴിയാം, അങ്ങനെ കർത്താവിന്റെ വേലയ്ക്കും വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്ന ഒരു ടാക്സി ഡ്രൈവറായിട്ട് പടിഞ്ഞാറത്തറ, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ടൗണാണ് പടിഞ്ഞാറത്തറ. ആ പടിഞ്ഞാറത്തറയുടെ പ്രദേശത്ത് ടാക്സി വണ്ടി ഓടുമായിരുന്നു കർത്താവിന്റെ ദാസൻ. ആ കർത്താവിന്റെ ദാസൻ ടാക്സി വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ സ്കൂൾ പിള്ളേരുടെ ഒരു ട്രിപ്പ് നമുക്ക് ഉണ്ടായിരുന്നു. രാവിലെ 2 സ്കൂളിലേക്കായിട്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് LP സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും പ്ലേ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും, അങ്ങനെ അതിന്റെ കുറച്ചും കൂടെ അപ്പുറത്ത് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് വലിയ പിള്ളേരെ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ട്രിപ്പ് 2019 വന്നപ്പം ഇങ്ങനെ സന്തോഷമായി ജീവിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഭവനമൊന്നും ഇല്ലെങ്കിലും ചെറിയ ഈ പ്ലാസ്റ്റിക് മറച്ച ഒരു ഷെഡില് ഞങ്ങൾ താമസിച്ചെങ്കിലും അവിടെ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ 2019 ഫെബ്രുവരി 12-ാം തീയതി ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനർത്ഥം സംഭവിക്കുവാനിടയായി. ഞങ്ങൾ മുൻകൂട്ടി കാണുകയോ ഇങ്ങനെയൊരു ഇത് ഞങ്ങൾ നേരിടേണ്ടി വരുമെന്നോ അത് വേറൊന്നുമല്ല, 5 പിള്ളേരെ പാസ്റ്റർ മനോജ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കേസായിരുന്നു. ആ സ്കൂളിലെ ട്രിപ്പ് എടുത്തുകൊണ്ടിരുന്ന ആ സ്കൂളിലെ HM ആണ് ഈ കേസ് കൊടുത്തത്. അങ്ങനെ HM അത് ആ 5 കേസ് പോസ്കോ കേസായിട്ടായിരുന്നു വന്നത്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പോസ്കോ കേസ് പ്രതിയായിട്ട് ചാനലുകൾ മൊത്തം, വയനാട് വിഷൻ, അങ്ങനെ 24 ചാനൽ, എല്ലാ ചാനലുകളിലും ഫോട്ടോയടക്കം പാസ്റ്റർ 5 കുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത
പക്ഷെ നമ്മൾ ഇതറിയുന്നില്ല, ഇങ്ങനെയൊരു കേസ് നമ്മുടെ മുന്നിൽ വരുമെന്നോ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു കേസ് അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്നോ ഒന്നും അറിയുന്നില്ല. 2019 ഫെബ്രുവരി 12 ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുമായിരുന്നു. ആ കൺവെൻഷന് വേണ്ടി ഞാൻ രാവിലെ പോയി. രാവിലെ ലേഡീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ലേഡീസ് മീറ്റിങ്ങിന് എന്നെ അവിടെ കൊണ്ടുവിട്ട് തിരിച്ച് കർത്താവിന്റെ ദാസൻ ഭവനത്തിലേക്ക് വന്നു. ഭവനത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഫോണില് പോലീസുകാർ വിളിക്കുന്നുണ്ടായിരുന്നു. നീ എവിടെയാ, എന്താ ചെയ്യുന്നേ, എവിടെയാ ഉള്ളേന്നൊക്കെ ചോദിച്ചു. അപ്പൊ കർത്താവിന്റെ ദാസൻ നേര് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. അപ്പം ആ പോലീസുകാർ പറഞ്ഞു, നിന്റെ വണ്ടീന്റെ പേപ്പറുകൾ നഷ്ടപ്പെട്ട ഒരാവശ്യത്തിന് വേണ്ടി നിന്നെ SI സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ SI സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ മൂത്ത മോൻ പറഞ്ഞു, പപ്പേ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ പപ്പേ, ഇങ്ങനെ പോലീസുകാർ തെരുതെരെ വിളിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. അപ്പം പാസ്റ്റർ പറഞ്ഞു, എനിക്കറിയത്തില്ല മോനെ, ഞാൻ എന്തായാലും അവര് കോള് വിളിക്കുന്നുണ്ട്, അവരിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു 12 മണിയായപ്പോ കർത്താവിന്റെ ദാസനെ വീട്ടിൽ വന്ന് പോലീസുകാർ കൂട്ടി. നുണ പറഞ്ഞിട്ടാണ് പോലീസുകാർ കൊണ്ടുപോയത്, നേര് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്നോ, 2 ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കേസാണ്, 5 കുട്ടികളെ പീഡിപ്പിച്ച് പോസ്കോ കേസാണെന്ന് സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു കേസിൽ നീ പെട്ടിട്ടുണ്ട്, ഇതാണ് നിന്റെ പേരിലുള്ള കേസെന്ന് അവര് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു 12 മണി കഴിഞ്ഞപ്പോ ഞാന് അവിടെ ലേഡീസ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ കർത്താവിന്റെ ദാസൻ മാത്യു ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ, ആ പാസ്റ്റർ പറഞ്ഞു, മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, എന്തിനാന്ന് അറിയത്തില്ല, പിന്നെ ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന്, ആ പടിഞ്ഞാറത്ര തൊട്ടടുത്താണ്, ഒരു 2 കിലോമീറ്റർ പോയാൽ മതി പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പൊ മൂത്ത മോൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്ന് എന്നെ കൂട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റേഷനിലേക്ക് ചെന്നു. സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു പോലീസുകാരൻ പുറത്തിറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്തിനാ വന്നേന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മനോജിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാന്ന് അറിയാൻ വേണ്ടിയാന്ന്. അപ്പൊ പറഞ്ഞു, മനോജ് ചെയ്തിട്ടുള്ള കുറ്റം പുറത്തു പറയാൻ പറ്റത്തില്ല, അത്ര ഭയങ്കരമായ കുറ്റമാണ് അവൻ ചെയ്തിരിക്കുന്നത്, അത് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. 2 വർഷം കഴിഞ്ഞാൽ പോലും ജാമ്യം കിട്ടാത്ത കേസാണ് അവന്റെ പേരിലുള്ളത്. അപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നു, എന്താണ് കേസ് എന്ന്. അപ്പൊ പറഞ്ഞു, അപ്പോഴാണ് ഞങ്ങളോട് പറയുന്നത്, എന്നാലും ഈ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത പാസ്റ്ററോട് പറഞ്ഞിട്ടില്ല ഇന്നതാണ് കേസ് എന്ന്. ഞങ്ങളോട് പറഞ്ഞു, 5 പിള്ളേരെ പീഡിപ്പിച്ചെന്ന പേരിലുള്ള കേസാണ്, അതിൽ 4 പെൺപിള്ളേരും 1 ആൺകൊച്ചുമാണ് ഉള്ളത്. ഇങ്ങനെ ഇത്രയും വലിയൊരു കേസിൽ കുടുങ്ങി. പിന്നെ ഇനി എന്ത് ചെയ്യണം, ഞാന് അങ്ങനെ പുറത്തു പോയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. അങ്ങനെ ഇതറിഞ്ഞപടി ഇനി എന്ത് ചെയ്യും, ഇനി ആരോട് പറയും, എന്ത് ചെയ്യുമെന്നൊന്നും അറിയാതെ ഇരിക്കുമ്പോൾ പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറഞ്ഞ ഒരു സംഘടനയിലെ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. ഷിബു തോമസ് എന്നാണ് കർത്താവിന്റെ ദാസന്റെ പേര്. ഷിബു തോമസ് എന്ന് പറഞ്ഞ ദാസൻ എന്നെ വിളിക്കുകയും എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് കർത്താവിന്റെ ദാസനെ നമുക്ക് ഇറക്കാം എന്ന് പറഞ്ഞ്, അന്ന് കർത്താവിന്റെ ദാസന് വരാൻ പറ്റാത്തത് കൊണ്ട് കർത്താവിന്റെ ദാസന്റെ അനിയൻ വീട്ടിൽ വരികയും അനിയനും അനിയന്റെ മോനും കൂടെ വന്ന് നമ്മുടെ ഈ ഷെഡ്, ഈ പ്ലാസ്റ്റിക് മറച്ച ഷെഡ് കാണുകയും, അങ്ങനെ അപ്പോഴാണ് ഈ പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുന്നേ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് പാസ്സായിരുന്നു. അപ്പം 4 ലക്ഷം രൂപയുടെ ലൈഫ് ഭവന പദ്ധതിയാണ് നമുക്ക് പാസ്സായത്. അങ്ങനെ നമ്മൾ ഈ ഷെഡിലായതുകൊണ്ട് നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞു, ഇനി എന്തായാലും ഈ ഷെഡൊക്കെ പൊളിച്ച് നമുക്കൊരു വീട് വെക്കണം എന്ന് പറഞ്ഞു. ഒരു വീട് ആ സമയത്താണ് നമുക്ക് പാസ്സാക്കിയത്. ഈ കർത്താവിന്റെ ദാസന് ഈ കേസ് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇനി വീട് വേണ്ട, വീട് ക്യാൻസൽ ചെയ്തേരെ, എനിക്ക് കെട്ടാൻ പറ്റത്തില്ല, എനിക്കത് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ അന്നത്തെ ആ മെമ്പർ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആ മെമ്പർ പറഞ്ഞു, നമ്മൾ തോറ്റു കൊടുക്കരുത്, നമ്മൾ ആ വീട് പാസ്സായത് ക്യാൻസൽ ചെയ്യണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ബിന്ദുവിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ആ ലൈഫിന്റെ വീടിന്റെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അവിടെയുള്ള അധികാരികളോട് പറഞ്ഞേക്കാം, ബിന്ദു ധൈര്യമായിട്ടിരി, ബിന്ദു ആ വീട് പണിയണം. മനോജ് ജാമ്യത്തിന് ഇറങ്ങി വരുമ്പോഴേക്കും വീട് പണത് വാർക്ക വീട്ടിൽ നമുക്ക് കയറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ധൈര്യം അന്ന് ആ വാർഡ് മെമ്പർ എനിക്ക് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ശരി, എല്ലാ കാര്യവും റെഡിയാക്കുമെങ്കിൽ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു.
അങ്ങനെ 2 റൂമില് ഒരു അങ്ങനെ ആ വാർഡ് മെമ്പറുടെ പേര് ടോം തോമസ് എന്നാണ്. ഇയാൾ ഇന്നും ഇങ്ങനെ എന്താ പറയാ പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നു. പക്ഷെ അന്ന് ആ ഒരു ആർസിക്കാരൻ പറഞ്ഞ ആ വാക്ക് ഞാൻ അനുസരിച്ച് ഒരു വീട് അന്ന് കർത്താവിന്റെ ദാസൻ അന്ന് 3 ദിവസം ഇവര് ഇവിടുന്ന് 12-ാം തീയതി കൊണ്ടുപോയാലും 14-ാം തീയതി വരെ ഈ പടിഞ്ഞാറത്ര പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒത്തിരി മർദ്ദനങ്ങള്. പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇൻ ചെയ്ത് ഇവിടുന്ന് ഒരു പച്ച ഷർട്ട് ഇട്ടിട്ട് പോയായിരുന്നു. പച്ച ഷർട്ട് ഈ ഒറ്റ അടിക്ക് തന്നെ മുഖത്തുനിന്ന് ചോര വന്നിട്ട് ആ ചോര മൊത്തം മേത്ത് കൂടെ ഒഴുകി ഇൻ ചെയ്ത ഇവിടുന്ന് ചെല്ലുമ്പോഴേ പറഞ്ഞെന്ന് പറഞ്ഞു, ഇൻ ചെയ്ത ഷർട്ടൊക്കെ അങ്ങ് അഴിച്ചിട്ടോ, ഇനി നീ വെറുതെ വന്നിട്ടുള്ളതല്ല, നീ 5 കുട്ടികളെ പീഡിപ്പിച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ ഇൻ ചെയ്തതെല്ലാം അഴിച്ചിട്ടു. അവരുടെ ആ കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ അവരുടെ വിധം മാറി. പോലീസുകാര് രാത്രി ഈ 2 ദിവസം ഫുൾ ടൈം ആ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒത്തിരി മർദ്ദിക്കുവാനിടയായി. കുറ്റം എന്താണെന്നോ ചെയ്ത തെറ്റ് എന്താണെന്നോ അവര് പറയാതെ, ആ തെറ്റ് ചെയ്ത എന്താണെന്ന് ചോദിച്ചിട്ട് പോലും അവര് പറയാതെയാണ് ഈ മർദ്ദനങ്ങൾ മൊത്തം. താടിക്കൊക്കെ അടിച്ചിട്ട് ആ അടി കിട്ടിയിട്ട് ഈ ഷർട്ടിൽ കൂടെയൊക്കെ ചോര ഇങ്ങനെ ഒലിച്ച്, എന്നിട്ട് അവര് ആരും കാണാണ്ടിരിക്കാൻ അവര് തന്നെ പറഞ്ഞു വേഗം ആ തൂങ്ങിക്കിടക്കുന്ന കർട്ടനിൽ തുടയ്ക്കാനായിട്ട്. അങ്ങനെ ഈ 3 ദിവസം ഞങ്ങളുടെ വീട്ടുകാരെ കാണിക്കുകയോ ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് സമ്മതിക്കുകയോ അവര് ചെയ്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഓർക്കും പോലീസുകാര് തെറ്റെന്താണെന്ന് അന്വേഷിക്കാതെയാണ് അവര് അന്ന് ആ കേസെടുത്തത്. തെറ്റ് ചെയ്തിട്ടാണോ ചെയ്യാതെയാണോ, ഇവരൊരു പരാതി കൊണ്ടു കൊടുത്തു, അതിന്റെ പേരിൽ അവർ കേസെടുത്തു. ആ കേസെടുത്ത അന്ന് മുതൽ 12-ാം തീയതി 13-ാം തീയതി അവിടെ 2 ഫുൾ ടൈം അവിടെ വെച്ച് 13-ാം തീയതി 3 ദിവസം അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനം, ഈ പുറത്തു പറയാൻ പോലും പറ്റാത്ത മർദ്ദനം അവർ ചെയ്തു. ഈ പുറത്ത് 13-ാമത്തെ ദിവസം 14-ാം തീയതി പുറത്ത് കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുവന്നപ്പം ഈ 2 കവളത്തും അടിച്ച 5 വിരലിന്റെ അങ്ങനെ 10 വിരലിന്റെ പാടോട് കൂടിയാണ് കോടതിയിലേക്ക് വന്നത്. ഞങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കാലത്ത് ഞങ്ങളോട് പറഞ്ഞു, ഇവിടുന്ന് ഇന്ന് സ്റ്റേഷനിൽ കോടതിയിലേക്ക് കൊണ്ടുപോകൂന്ന് വീട്ടുകാരോട് പറഞ്ഞെങ്കിലും അവര് കോടതി കൊണ്ടുവന്നത് ഒന്നും അറിയിക്കാതെ അവര് കൽപ്പറ്റ കോടതി കൊണ്ടുവന്ന് കോടതിയിലേക്ക് പോകുന്നതിന് മുന്നേ ചെക്കപ്പിന് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹൈ പ്രഷർ, ഞങ്ങളെ വീട്ടുകാരെ കാണാത്തിട്ട് കുഞ്ഞുങ്ങളെ കാണാത്തതുകൊണ്ട് അങ്ങനെ ഹൈ പ്രഷറായി 380 പ്രഷർ. അപ്പം അവിടെയുള്ള ചെക്കപ്പ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഹൈ പ്രഷർ ആയതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടും അവര് ഗുളിക കൊടുത്തു കഴിഞ്ഞിട്ടൊന്നും പ്രഷർ കുറയുന്നില്ല. കുറയാതെ കഴിഞ്ഞ് ഇവരെ കോടതിയിലേക്ക് കാണാത്തത് കൊണ്ട് ഞങ്ങള് ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി എന്നറിഞ്ഞപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. കോടതിയിലായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോയി കാത്തിരുന്നത്. പക്ഷെ കോടതിയിൽ ഞങ്ങളെ കോടതിയിലേക്ക് 6 മണിയായിട്ടും വൈകുന്നേരം രാവിലെ കൊണ്ടുപോയി ഒരു പ്രതിയെ 6 മണിയായിട്ട് കാണാഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം കോടതിയിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പം ഈ പ്രഷർ കൂടിയിട്ട് മരുന്ന് ഗുളിക കൊടുത്തേച്ച് അവിടെ ഇരുത്തിയേക്കോ, കുറയുവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പം ഈ പ്രഷർ അങ്ങ് കുറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പ്രഷർ നോക്കി, അപ്പൊ നല്ല നോർമലായി. അങ്ങനെ ആ സമയത്ത് പോലീസ് ജീപ്പിൽ കയറ്റി ഒത്തിരി ക്യാമറകള്, എത്രയൊക്കെ ചാനലുണ്ടോ അത്രയും ചാനലുകൾ. എന്താന്ന് വെച്ചാൽ കേരളത്തിലെ 5 ഏറ്റവും വലിയ കേസാ 5 പിള്ളേരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞേ. പക്ഷെ 5 പിള്ളേർ, അപ്പം കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പോലീസുകാർ തന്നെ പറഞ്ഞു, നീ ക്യാമറയാണ് നിന്റെ മുന്നിൽ മൊത്തം, നീ തല കുനിച്ചോന്ന്. അപ്പം കർത്താവിന്റെ ദാസൻ പറഞ്ഞു, തല കുനിക്കുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇവര് ഈ 3 ദിവസം സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് ഈ തെറ്റ് പാസ്റ്റർ ചെയ്തെന്നും പറഞ്ഞ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ചെയ്തെന്ന്. ഇത്
മനോജ് ചെയ്തതാന്ന് പറയിപ്പിക്കാനാണ് ഈ മർദ്ദനം മൊത്തം ചെയ്തത്. അപ്പം ഈ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് അവിടെ വലിയ ഒരു ഇതാ, എന്നാന്ന് വെച്ചാൽ ചെയ്യാത്ത കുറ്റമാണ്. അപ്പൊ അടിച്ചവര് സമ്മതിപ്പിക്കുവാണ് അവിടെ. എല്ലാരും പറയും സ്റ്റേഷനിൽ മർദ്ദനമില്ല. സ്റ്റേഷനിൽ 3 ദിവസം കൊണ്ടിട്ട് നല്ല മർദ്ദനമായിരുന്നു. ഞങ്ങൾ അവിടെ കാണാൻ ചെന്നിട്ട് പോലും ഞങ്ങളെ കാണിക്കുവോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുവോ, ആരെയും കാണിച്ചില്ല. ഈ 3 ദിവസം ഞങ്ങള് എത്ര പ്രാവശ്യം ചെന്നിട്ടും അവര് ഞങ്ങളെ കാണിക്കുവാനോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനോ അവര് സമ്മതിച്ചിട്ടില്ല. ഈ 3 ദിവസം അവരെന്താണോ കൊടുത്തത് അത് മാത്രം ഓരോ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഈ 3 ദിവസം അവിടെ അവര് ക്രൂരമായി വെച്ച് പീഡിപ്പിച്ചു. അങ്ങനെ മർദ്ദനമേറ്റ് കോടതിയിലേക്ക് ഹാജരാക്കിയപ്പോഴാണ് ഈ 2 കവളത്തും ഈ 10 വിരലിന്റെ പാട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ? അത് ഒരു നമ്മള് അറിയുന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് ഒരു തെറിയും വിളിച്ചിട്ട് 2 കവളിനിട്ടും മാറി മാറി അടിച്ചു. അങ്ങനെ ആ അടിയോട് കൂടിയാണ് അന്ന് രാവിലെ ഈ കോടതിയിലേക്ക് കൊണ്ടുപോണ സമയത്തും അടിച്ചിട്ടാണ് കോടതിയിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഈ 2 ചെവിക്കല്ലിനിട്ട് അടിച്ചത് കൊണ്ട് ചെവി അടഞ്ഞു പോയി. പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് 2 ചെവിക്കരണം കൂട്ടി 2 അടി കവളിനിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത്രയ്ക്ക് ഈ 2019 ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു കേസാണ് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കേസായിട്ട് വന്നത്. അങ്ങനെ 5 വർഷം ഈ കേസ് 5 വർഷം 73 അങ്ങനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസം, ആദ്യത്തെ 14 ദിവസം റിമാൻഡിൽ വെച്ചു. റിമാൻഡിൽ വെച്ച് 14 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ജാമ്യത്തിന് വക്കീലിനെ കണ്ടു. ജാമ്യത്തിന് വക്കീലിനെ കണ്ടപ്പോൾ 14ാമത്തെ ദിവസം ജാമ്യം കിട്ടിയില്ല. അത് കഴിഞ്ഞ് 28ാമത്തെ ദിവസം പോയി. 28ാമത്തെ ദിവസവും ജാമ്യം കിട്ടിയില്ല. അങ്ങനെ 3 മാസം കർത്താവിന്റെ ദാസൻ ആ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ കോടതി പോയി 73 ദിവസം ജയിൽവാസം അനുഭവിച്ചു. ഒത്തിരി ജയിലിൽ ബാക്കിയുള്ള അവിടെ ജയിൽ പുള്ളികളോട് ഒത്തിരി പേരോട് സുവിശേഷം അറിയിക്കുവാനും ഒത്തിരി പേരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുവാനെല്ലാം കർത്താവിന്റെ ദാസന് സാധിച്ചു. അതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ന് ഈ 73ാമത്തെ ദിവസം ജാമ്യം കിട്ടുന്ന ഞങ്ങളെ ഒത്തിരി, എന്നെ ഇതിനു മുന്നേ ഒരു പരിചയവുമില്ലാത്ത ഒരു ആന്റി എന്നെ വിളിച്ചു. ആ ആന്റിയുടെ പേര് സൂസൻ ജോർജ് എന്നാണ്. ആ ആന്റിയാണ് ഈ ജാമ്യത്തിനിറക്കാനുള്ള ഒരു പൈസ എനിക്ക് അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിക്കാനോ കുഞ്ഞുങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം മര്യാദയ്ക്ക് മേടിച്ചു കൊടുക്കാനോ അവർക്കൊരു നേരത്തെ ഒരു ഡ്രസ്സ് മര്യാദയ്ക്ക് മേടിച്ചു കൊടുക്കാനോ കഴിവില്ലാത്ത സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കേസും കൂടെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. പക്ഷെ അതിലെല്ലാം ദൈവം ഞങ്ങളെ താങ്ങി. ഞങ്ങള് കർത്താവിനെ അറിഞ്ഞപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വന്നു. അങ്ങനെ 73ാമത്തെ ദിവസം ജാമ്യം കിട്ടി. അത് കഴിഞ്ഞ് എല്ലാ മാസവും ഈ 5 കേസ്, 5 ഒരു ആൺകുഞ്ഞും 4 പെൺകുഞ്ഞുങ്ങളുമായിരുന്നു. അങ്ങനെ ഈ 5 കേസ് മാസം കോടതിയിൽ വിളിക്കുമായിരുന്നു. എല്ലാ മാസവും ഹാജരാവണം. ഒരു ദിവസം പോലും ഇല്ലാതെ എല്ലാ മാസവും കേസിന് ഹാജരായിക്കൊണ്ടിരുന്നു. കേസിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കർത്താവ് ഓരോ കേസ് വിളിക്കുമ്പോഴും ഓരോ വിചാരണയ്ക്കും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണം. അപ്പൊ ഒരു ആന്റി എന്നോട് ഒരു വാക്യം പറഞ്ഞു, യഹോവ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്. ആ ഒരു വാക്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11ാം അധ്യായം 20ാം വാക്യം. ആ വാക്യത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ ആ ആന്റി വിളിച്ചേച്ച് പറഞ്ഞു, ബിന്ദു ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, കർത്താവിന്റെ ദാസനെ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരണം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യരാൽ കഴിയാത്തത് ദൈവത്താൽ സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഇന്ന് കർത്താവിന്റെ വേലയിൽ ഉറച്ച് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ആ കേസ് 2023 ആയപ്പോഴത്തേക്കും 5 കേസും കോടതി കർത്താവിന്റെ ദാസനെ വെറുതെ വിട്ടു. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കേസ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഈ കർത്താവിന്റെ ദാസൻ ഈ വാഹനം ഓടിച്ച് 5 കുഞ്ഞുങ്ങളല്ല ആ വണ്ടിയിലുണ്ടായിരുന്നത്, 12 കുഞ്ഞുങ്ങളെ വെച്ചായിരുന്നു ട്രിപ്പ് എടുത്തുകൊണ്ടിരുന്നത്. ഗോത്രസാരഥിയുടെ ഒരു വലിയ ഓട്ടമായിരുന്നു അത്.
ആ ഗോത്രസാരഥിയുടെ ഓട്ടം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പൈസ ഗവൺമെന്റ് ആണ് നമുക്ക് തരേണ്ടത്. അപ്പോൾ ഈ ഗവൺമെന്റ് തരേണ്ട ഈ ഗോത്രസാരഥിയുടെ പിള്ളേര് മാത്രമല്ല അതിൽ കയറിക്കൊണ്ട് പോയിരുന്നത്. അവര് ടീച്ചർമാര് ജനറൽ പിള്ളേരെയും കൂടെ ഉൾപ്പെടുത്തി അങ്ങനെ 12 പിള്ളേരെ ഈ ഓട്ടത്തിൽ ഓരോ ട്രിപ്പിലും കയറ്റി ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 600 രൂപ തോതിലാണ് നമ്മൾ കരാറ് വെച്ചത്. അങ്ങനെ 600 രൂപയാവുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് നല്ലൊരു സാമ്പത്തികം നമ്മുടെ കയ്യിൽ കിട്ടണം. അപ്പം ഈ സാമ്പത്തികം നമ്മൾ അവിടെ ചെന്ന് കർത്താവിന്റെ ദാസൻ ഈ ഓട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം വേറൊരു ഓട്ടോറിക്ഷ അവര് ഓട്ടത്തിന് വെച്ചു. അപ്പോ വേറൊരു ഓട്ടോറിക്ഷ ഓട്ടത്തിന് വെച്ചപ്പോ കർത്താവിന്റെ ദാസൻ അവിടെ ചെന്ന് പറഞ്ഞു, എന്റെ പൈസ, ഞാൻ വണ്ടി ഓടിയ പൈസ തന്നേച്ച് നിങ്ങൾ വേറെ ഒരു ഓട്ടോ വെക്കാവുള്ളൂ, അത് കാരണം എനിക്ക് എന്റെ പൈസ കിട്ടണം എന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ അവിടെ ചെന്ന് പൈസ ചോദിച്ചു. അപ്പോൾ എച്ചമ്മ പറഞ്ഞു, ഇവിടെ മരത്തേന്ന് കുലുക്കുന്ന പരിപാടിയൊന്നുമില്ലാന്ന്. അപ്പൊ അവര് കാരണവന്മാര് തന്നിട്ടില്ല, അവര് മാതാപിതാക്കൾ തരുമ്പോ മനോജിന് തന്നേക്കാന്ന് പറഞ്ഞു. ഇപ്പം പൈസ ഇല്ല, അപ്പം എന്നത്തേക്ക് തരുമെന്ന് ചോദിച്ചപ്പോ 2 ആഴ്ചത്തെ അവധി പറഞ്ഞു. 2 ആഴ്ചത്തെ അവധി പറഞ്ഞു കഴിഞ്ഞപ്പോ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എന്നാ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് അവിടെ ചെന്ന് പൈസക്ക് ചോദിച്ചപ്പോ മരത്തേന്ന് കുലുക്കുന്ന പരിപാടി ഇല്ലെന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു, ഇപ്പോൾ പൈസ ഇല്ല, മനോജിന് പിന്നെ തരാന്ന് പറഞ്ഞ് അന്നും പൈസേന്റെ കാര്യം പറഞ്ഞപ്പോൾ ടീച്ചർ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അങ്ങനെ ജാമ്യത്തില് കേസ് കൊടുത്തു. ഈ പൈസ തരാനുള്ളത് 64,000 രൂപ നമുക്ക് ഈ വാഹനം ഓടിയ പൈസ തരാനുള്ളപ്പോഴാണ് ഈ പൈസ ചെന്ന് ചോദിക്കുന്നത്. അങ്ങനെ പൈസ ചോദിച്ച് പിറ്റേ ദിവസമാണ് ഈ ടീച്ചർ ഈ 5 പിള്ളേരെ കൂട്ടി അവരുടെ പേരൻസിനെ കൂട്ടിയിട്ട് ഈ കേസ് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊടുക്കുന്നത്. ഈ 64,000 രൂപയ്ക്ക് അതിനു മുന്നേ ഈ കേസ് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 22,000 രൂപ കയ്യിൽ തന്നു. ഒരു 22,000 രൂപ കയ്യിൽ തന്നു കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പൈസ ചോദിച്ചിട്ട് ടീച്ചർ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാള് 73 ദിവസം ജയിലിൽ കിടന്ന്, അത് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ടീച്ചർ പടിഞ്ഞാറത്തറ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു 20,000 രൂപ അന്നും കൊടുത്തു. 22,000 രൂപ അന്നും കൊടുത്തു. അപ്പോ ആ കൊടുത്തതില് വൗച്ചറിൽ ഡേറ്റ് ഇട്ടിട്ടില്ല, സമയം ഇട്ടിട്ടില്ല, ഇങ്ങനെ ഒരു തീയതി പോലും ആ ഡേറ്റ് ഇടാണ്ട് കൊടുത്തപ്പം നമ്മുടെ വക്കീലിനെ വിളിച്ച് ചോദിച്ചു, ഇത് ഡേറ്റ് ഇടാണ്ടാണ് തന്നേക്കുന്നത്, ഇത് മേടിക്കണമെന്ന്. അപ്പം വക്കീൽ പറഞ്ഞു, മനോജ് അധ്വാനിച്ച പൈസ മനോജ് മേടിക്കേ, ഡേറ്റ് ഇട്ടിട്ട് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് ഈ പൈസ നമ്മൾ മേടിക്കുന്നത്. അങ്ങനെ ഈ പൈസ ചോദിച്ചതിന്റെ പേരിലാണ് ഈ 5 പിള്ളേരെ, ആ ഗോത്രസാരഥി പിള്ളേരുടെ ഓട്ടമാണ്. അതിൽ ജനറൽ പിള്ളേരെ ഈ ടീച്ചർ കൂടെ പേരൻസിനോട് പൈസ വേറെ മേടിക്കും, ഈ ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ കൂടാതെ. അപ്പൊ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ പോലും കൊടുക്കാതെ ഈ ടീച്ചർ അവസാന സമയത്ത് നമ്മുടെ ആ വീട് പഞ്ചായത്തിൽ നിന്ന് പാസ്സായപ്പോ നമുക്ക് ഒന്നിച്ച് 64,000 രൂപ കിട്ടിയ നമുക്ക് തറ കെട്ടിയാലേ നമുക്ക് ഫസ്റ്റ് പൈസ പാസ്സാവത്തുള്ളൂ. അപ്പൊ അത് തറ കെട്ടാം, വീട് പാസ്സായല്ലോ, അത് മേടിച്ച് അത് കെട്ടാന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പൈസയുടെ കാര്യം പറഞ്ഞ് ടീച്ചർ ഈ വലിയൊരു കേസ് ടീച്ചർ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ടീച്ചർ ഒത്തിരി അവിടെ പഠിപ്പിച്ച ഒരു HM അല്ല ഓട്ടം വിളിച്ചതെങ്കിലും വേറൊരു ടീച്ചറാണ് ഈ ഓട്ടം വിളിക്കുന്നത്. അങ്ങനെ ആ ടീച്ചറോട് പൈസ ചോദിച്ചപ്പോഴും പൈസ ഇല്ലായിരുന്നു. അങ്ങനെ 64,000-ൽ 22,000 ആദ്യം നമുക്ക് കേസിന് മുന്നേ തന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പൈസ ചോദിച്ചപ്പോഴാണ് ടീച്ചർ ഈ കേസ് കൊണ്ടുപോയി. ഈ പൈസ ചോദിച്ചതിന്റെ പേരിലാണ് ടീച്ചർ കേസ് പടിഞ്ഞാറത്തറ സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ അവസാന സമയങ്ങളിൽ ഈ കൊടുത്ത മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും അറിയത്തില്ല. അവരവരുടെ സത്യാവസ്ഥ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഞങ്ങളോട് ടീച്ചർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ അന്ന് അങ്ങനെ ആ ഒരു കേസ് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇങ്ങനെയാണ് ഈ കേസിന്റെ തുടക്കം. നമുക്ക് തരാനുള്ള കാശ് ചോദിച്ചതിന്റെ പേരിലാണ് ഈ ഒരു കേസ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. പിന്നെ അന്ന് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ആ കേസിന് പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയപ്പോൾ ഈ പഞ്ചായത്തിന്റെ 2 റൂമിലുള്ള ഒരു 450 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ചെറിയ വീട്
കെട്ടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ ഞങ്ങൾ ആ ഭവനത്തിലാണ് കഴിയുന്നത്. ഭവനത്തിന്റെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. എങ്കിലും ഞങ്ങൾ സന്തോഷമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ വേലയോടുകൂടെ ഇപ്പം അനേകരോട് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന ഫിലിപ്പിയർ 4:4 പറയുന്നത് പോലെ ഞങ്ങൾ ഇപ്പോൾ നല്ല സന്തോഷത്തില് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആ കേസല്ല, ഈ 5 കേസും കോടതിയിൽ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള അങ്ങനെ പ്രതിയെ വെറുതെ വിട്ടു. 5 കേസിലും ഒരു തെറ്റും ചെയ്യാതെ കോടതി തെളിയിച്ചു. എല്ലാവരെയും ചോദ്യം ചെയ്തു. അങ്ങനെ ഈ കേസിന്റെ സമയത്ത് സാധാരണ ഒരു കേസ് ഒരു പിള്ളേരെ പീഡിപ്പിച്ചെന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മുടെ നാട്ടുകാര് നമുക്കെതിരായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടുകാര് ആ സമയത്തെല്ലാം നമ്മുടെ ഈ ദേശനിവാസികളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ മരണ വീട്ടിലെ ആൾക്കാർ കയറി ഇറങ്ങുന്നത് പോലെ ഈ നാട്ടുകാരെല്ലാം വന്ന് നമ്മുടെ ഭവനത്തിന് നമുക്ക് ഒരു വഴിയില്ലായിരുന്നു. ഒരു വീട് കെട്ടണമെങ്കിൽ തന്നെ ഒരു വഴിയില്ലായിരുന്നു. ആ വഴിയില്ലാത്ത സമയത്തും ഇവിടേക്ക് കരിങ്കല്ലും വെട്ടുകല്ലും എല്ലാം നമ്മുടെ ഈ നാട്ടുകാർ പകല് മൊത്തം പണിക്ക് പോയിട്ട് വൈകുന്നേര സമയത്ത് അവരുടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു 6 മണി മുതൽ ഒരു രാത്രി 12 മണി വരെയൊക്കെ ഈ കർത്താവിന്റെ ദാസന് ഇവിടെ ഇല്ലെങ്കിലും രാത്രി 12 മണി വരെയൊക്കെ ഈ വെട്ടുകല്ലും ഈ കരിങ്കല്ലും എല്ലാം കൊണ്ടുവന്ന് എല്ലാം സ്വരൂപിച്ച് പിറ്റേ ദിവസം അങ്ങനെ എല്ലാം അടുപ്പിച്ച് എല്ലാം വെച്ച് തന്ന് അങ്ങനെ നാട്ടുകാർ കൂടിയിട്ടാണ് ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടാക്കി തന്നെ. അല്ലാതെ നമ്മുടെ വീട്ടുകാരോ ആരുമല്ല. പക്ഷെ നാട്ടുകാർ ഈ ദേശത്ത് സാധാരണ നാട്ടുകാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശത്തുള്ള നാട്ടുകാർ ഒരു കേസെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ഒരു എന്താ പറയാ പുറത്ത് അവനത് ചെയ്തതാന്ന് പറഞ്ഞ ഒരു പുറന്തള്ളപ്പെട്ട അവസ്ഥ. പക്ഷെ ഇത് അങ്ങനെയല്ലായിരുന്നു. ഇത് വീട്ടുകാർക്കെല്ലാം ഒരു ഉപകാരിയാണ്. സ്വദേശത്ത് ഒത്തിരി ഈ കൊറോണ സമയത്തും അതിനു മുന്നേയും എല്ലാം ഈ പ്രളയം വന്നപ്പോഴൊക്കെ ഒത്തിരി പേർക്ക് ഈ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ പാസ്റ്റർമാര് വിളിച്ച് കിറ്റ് പാവങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ ദേശത്തൊക്കെ ഒത്തിരി പാവങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഈ ഒരു രോഗി ഒരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞാൽ എടുത്തുകൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു തന്ന് കർത്താവിന്റെ ദാസൻ ജയിലിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു വാർക്ക വീട് ചെറിയൊരു കൊച്ചു വീടാണെങ്കിലും 2 റൂമിൽ ഒരു ചെറിയൊരു വാർക്ക വീട് ഞങ്ങൾക്ക് ദൈവം ഈ നാട്ടുകാരിലൂടെ അത് വെക്കുവാനായിട്ട് സഹായിച്ചു. അങ്ങനെ അതുപോലെ ഈ സാധാരണ ഒരു കേസ് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളും ഭാര്യയും പെട്ടെന്ന് അവര് ഇത് കേൾക്കുമ്പോഴേ പീഡനം എന്ന് കേൾക്കുമ്പോഴേ ഇപ്പത്തെ ഈ കാലഘട്ടത്തില് ഒരു പീഡനം എന്ന് അടുത്തു കൂടെ പോകുമ്പോഴേ ഭാര്യ ഇട്ടേച്ചു പോവും, മക്കൾ ഇട്ടേച്ചു പോവും, പിന്നെ കുടുംബം ഇല്ല, അവരുടെ ജീവിതം തകരാറിലാവും. പക്ഷെ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ ക്രൂശിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പം ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഒരിക്കലും ഒരു കുഞ്ഞു പിള്ളേരെ ഒത്തിരി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു കുഞ്ഞിനെ പോലും ഒരു ചീത്ത പറയാനോ ഒരു നുള്ളി നോവിക്കാനോ ഒന്നും നിൽക്കാത്ത ഒരു വ്യക്തിയാ. അപ്പൊ ഈ ദേശക്കാർക്കും ഈ അയൽവാസികൾക്കും എല്ലാം അറിയാം ആ മനുഷ്യൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. അങ്ങനെ ഒത്തിരി സഹായം ഈ നാട്ടുകാരിലൂടെ ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ അനേക പാസ്റ്റർമാരും അനേക വിശ്വാസികളും എല്ലാം ഈ ഒത്തുപിടിച്ചിട്ടാണ് ഈ ഒരു ഭവനവും ഈ കർത്താവിന്റെ ദാസനെ പുറത്തു കൊണ്ടുവരാനെല്ലാം സഹായിച്ചത്. അവർക്ക് എല്ലാവർക്കുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുക. അതുപോലെ 3 മക്കള് 7 പഠിക്കുന്ന ഒരു മോൻ, ചെറിയ മോൻ, രണ്ടാമത്തെ മോൻ +1 മൂന്നാമത്തെ മോൻ +2 കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഒത്തിരി ഈ കുഞ്ഞുങ്ങൾ ഒത്തിരി ഈ സമയങ്ങളിൽ ഒത്തിരി കഷ്ടം അനുഭവിച്ചു. ആ മൂത്ത മോൻ ഒരു സ്ഥലത്ത് ഒരു ജോലിക്ക് നിന്നിട്ടാണ് 7500 രൂപ അന്ന് അവന് 2019 കിട്ടുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് കർത്താവിന്റെ ദാസൻ കുടുംബം നോക്കേണ്ട സമയത്ത് ഈ 7500 രൂപ കിട്ടിയത് എൻ്റെ കൈ കൊണ്ടുതന്ന്. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളും ആ സമയത്ത് കഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർ ഡിഗ്രി പഠിച്ച് ഭവനത്തിലായിരിക്കുന്നു. വേറെ കോഴ്സിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അവര് ചെറിയ മോൻ ഇപ്പം നേഴ്സിങ്ങിന് പോയി. അങ്ങനെ 3 മക്കളും 3 ആൺകുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഇന്നും ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ട്.
അതിന് ഞാൻ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയാണ്. ഈ തലമുറകളിൽ ഇങ്ങനെ അപ്പന്മാരൊക്കെ ഇങ്ങനെ ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകാനൊക്കെ സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിലും ആ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ ദാസന്റെ ആ ജയിൽവാസം എല്ലാം കഴിഞ്ഞു വന്നു ഒന്നിച്ച് ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനെ സേവിക്കുന്നു. അതിന് ഒത്തിരി നന്ദി ആദ്യം ദൈവത്തോട് പറയണം. കർത്താവിൻ്റെ ദാസൻ ഷിബു പെർസിക്യൂഷൻ റിലീഫ് സ്ഥാപകനായ കർത്താവിൻ്റെ ദാസൻ ഷിബു തോമസിനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞങ്ങള് ആ സമയത്ത് ഈ കർത്താവിൻ്റെ ദാസനെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒത്തിരി ദൈവദാസന്മാരോട് അന്വേഷിച്ചിട്ടാണ് കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവിൻ്റെ ദാസന്റെ അനിയനെ അയച്ചത്. എങ്കിലും ആ സമയത്തെല്ലാം ഞങ്ങൾക്കൊരു താങ്ങായിട്ട് ഒരു തണലായിട്ട് കർത്താവിൻ്റെ ദാസനും അതുപോലെ ബോസ്റ്റൺ പ്രെയർ ലൈൻ ഞങ്ങൾക്ക് ഒരു സഹായമായിരുന്നു. ഞങ്ങളുടെ ഈ കേസിനെല്ലാം പിന്താങ്ങി ഞങ്ങളോടൊപ്പം നിന്ന ഈ രണ്ട് കർത്താവിൻ്റെ ദാസനും അതുപോലെ ബോസ്റ്റൺ പ്രെയർ ലൈനിലുള്ള സൂസൻ ആൻറ്റി ഇപ്പം മരിച്ചുപോയി. എങ്കിലും ആൻറ്റി മരിച്ചാലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും ആൻറ്റി ജീവിക്കുകയാണ്. ഞങ്ങളെ ഈ നിലയിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് പോകേണ്ട സ്ഥാനങ്ങളിലെല്ലാം ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയ ഒരു ആൻറ്റിയായിരുന്നു. അങ്ങനെ ഈ രണ്ട് സഭയോടും കർത്താവിൻ്റെ ദാസനോടും പ്രെയർ ലൈനിലുള്ള സൂസൻ ആൻറ്റിയോടും ബാക്കി എല്ലാവരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യം കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന അരോമ ചാനലിലുള്ള ഡയറക്ടറായിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവ് ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തി. കർത്താവിന്റെ ഓരോ ദിവസങ്ങളിലും കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുന്ന ഓരോ ദിവസവും കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവയോട് ബലപ്പെടുത്തണം. കർത്താവെ, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർ കർത്താവെ കർത്താവിനെ അറിയുവാൻ, അനേകർക്കൊരു മാനസാന്തരത്തിനും വിടുതലിനും കാരണമായി തീരുവാനെല്ലാം സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. കർത്താവെ, അവിടുന്ന് കർത്താവെ പാവക്കുഴിയിൽ കിടക്കുന്ന അനേകരെ ചേറ്റിൽ നിന്ന് വലിച്ചെടുത്ത് അനേകരെ ക്രിസ്തുവിൽ നേടുവാനുള്ള ഈ സ്വർഗീയ കർത്താവെ അവസരം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്കൊന്നിച്ച് ഇങ്ങനെയൊരു കൂട്ടായ്മ കൂടുവാൻ സ്വർഗത്തിൽ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ കൃപയോടെ കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ബിന്ദു മനോജ്. എത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയതായ പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കായി നന്നായി ചെയ്തു എന്ന് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങളെ ദൈവം നടത്തിയ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തിക്താനുഭവങ്ങൾ, വേദന നിറഞ്ഞ അനുഭവങ്ങൾ, കണ്ണുനീരിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, ചെയ്യാത്ത തെറ്റിന് നിന്ദകളും അപമാനങ്ങളും ശിക്ഷകളും ഒക്കെ സഹിക്കുമ്പോൾ അത് വലിയ ഏറ്റവും കൂടുതൽ വേദന ഉളവാക്കുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് നാം ശിക്ഷിക്കപ്പെടുമ്പോൾ അത് നിരപരാധികളെ ക്രൂശിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്യാത്ത തെറ്റിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. അത് നമുക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം. അതുപോലെ ഇന്നും അനേക പ്രിയപ്പെട്ടവര്, അവർ നിരപരാധികളാണ്. അവർക്ക് വേണ്ട ന്യായം തക്ക സമയത്ത് ലഭിക്കാതെ അവര് ജയിലറകളിൽ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നു. ആവശ്യമില്ലാതെ അവര് വളരെ ഏറെ വേദനകളിലൂടെ കടന്നു പോകുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ അതിൻ്റെ തിക്ത അനുഭവങ്ങള് അവര് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് സമൂഹത്തിലെ വലിയൊരു നിന്ദയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുവാൻ ദൈവമായ കർത്താവ് എല്ലാ അധികാരികളുടെയും നിയമപാലകരുടെയും ഹൃദയങ്ങളിൽ ന്യായമായി കാര്യങ്ങളെയൊക്കെ വിധിക്കുവാൻ, പരിശോധിക്കുവാൻ, ശിക്ഷിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഇത്രത്തോളം ഇന്ന് കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയി ദൈവം തന്ന ആശ്വാസത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നല്ലോ. അനേക കഷ്ടതകളിലൂടെ, സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ശുശ്രൂഷ
ആശ്വാസമായി പരിണമിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമയം വേർതിരിച്ച് അരോമാറ്റീവ് പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പങ്കിട്ടതിന് പ്രത്യേകം നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അരോമാറ്റീവ് പ്രേക്ഷകർക്കും ഇതൊരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സാക്ഷ്യം പറഞ്ഞ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അവരുടെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സാക്ഷി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.